അയാൾ അങ്ങനെ വരുണും രാധികയും കൂടിയിട്ട് ഈ യശോദാമ്മ അവരുടെ താലിമാല കൊടുത്തത് അങ്ങനെ വാങ്ങാൻ വേണ്ടി മടി കാണിച്ച് നിൽക്കുന്ന സമയത്ത് യശോദ അങ്ങനെ പറയുന്നുണ്ട്, എന്നോട് ദേവേട്ടൻ എപ്പോഴും പറയും ഈ രാധികയുടെ ഭർത്താവായി വരുന്ന ആളെന്ന് പറയുന്നത് ഒരിക്കലും നിൻ്റെ മരുമകനല്ല, സ്വന്തം മകനായിട്ട് തന്നെ കാണണമെന്ന്. അങ്ങനെ ആകുമ്പോൾ നീ ഇത് അധികാരത്തോടെ തന്നെ പിടിച്ച് വാങ്ങേണ്ടതല്ലേ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനോട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ആ മാല അങ്ങ് സ്വീകരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, നീ എന്നെ അമ്മയായിട്ട് കാണുകയാണെങ്കിൽ നീ ഇത് വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ വരുണ് നേരെ ഈ അമ്മനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. അത്രയും സ്നേഹത്തോടെ ഇവർ നമുക്ക് തരുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ യശോദാമ്മ പറയുന്നുണ്ട്, നീ എന്തായാലും ഈ താലിമാല കൊണ്ടുപോയി നിങ്ങൾ രണ്ടുപേരും വിറ്റിട്ട് വാ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ ഓക്കെ ശരി ഞങ്ങൾ പോയിട്ട് വരാം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആ താലിമാലയും കൊണ്ട് അങ്ങ് പോകുന്നൊക്കെ. പിന്നീട് നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ഈ ഒരു മാനേജറോടും അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോടും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീട്ടിൽ. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അതെ മാഡം ഈ ഡയറക്ടറിൻ്റെ അഭിപ്രായം തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം അത് തന്നെയാണ്, അതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്, അതെ വേറെ ആരുടെ അഭിപ്രായം ഈ സിനിമയെ പറിച്ച് കേൾക്കേണ്ടതില്ല, ഈ സിനിമയുടെ എല്ലാ അഭിപ്രായം കേൾക്കേണ്ടത് ആകെ 2 പേരുടേത് മാത്രമാണ്, ആ ഒന്ന് എൻ്റേതും ഒന്ന് എൻ്റെ കൊച്ചുമോളുടേതും. ഞങ്ങൾ 2 പേരും എന്താണ് പറയുന്നത് അത് മാത്രം കേട്ടാൽ മതി ഇനി ഈ സിനിമയുടെ കാര്യത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോളറോട്, അല്ല ഈ സിനിമ ഓണത്തിന് തന്നെ റിലീസ് ചെയ്ത് എന്ന് വിചാരിച്ച് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഓണത്തിന് റിലീസ് ചെയ്യേണ്ട എന്നാണ് ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നതെങ്കിലും ഇവർ 2 പേരും പറയുന്നത് അന്ന് തന്നെ റിലീസ് ചെയ്യണമെന്ന് വാശി കാണിക്കാണ്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അത് മാഡം ഓണത്തിൻ്റെ അന്ന് റിലീസ് ചെയ്യാൻ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഒരുപാട് ഫേമസ് ആയ ആളുകളുടെ സിനിമ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സിനിമ റിലീസ് ചെയ്താൽ അത് സക്സസ് ആവോ ഇല്ലേ എന്നാണ് ഡയറക്ടറുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഡയറക്ടർ അങ്ങനെ പറഞ്ഞത് നമുക്ക് ഇപ്പോൾ റിലീസ് ചെയ്യേണ്ട എന്നുള്ള കാര്യം. പിന്നെ അതിൻ്റെ ഇടയിലൂടെ അങ്ങനെ റിലീസ് ചെയ്ത് പോയാൽ പിന്നെ പടം പൊട്ടാനുള്ളൊരു ചെറിയൊരു ചാൻസാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ സിനിമേനെ പറ്റി അത്രയും ഒരു കോൺഫിഡൻസ് പോലും ഇല്ലേ, ഇത് വിജയിക്കും എന്നുള്ളൊരു ധാരണ ഒന്നും നിങ്ങൾക്ക് ഇല്ലേ, ഒരു കോൺഫിഡൻസ് ഇല്ലായിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ പുതുമുഖം നടന്മാരല്ലാണ് നമ്മുടെ സിനിമയിൽ അഭിനയിച്ചത്, എല്ലാം പുതുമുഖങ്ങളാണ് എന്ന് വിചാരിച്ച് സിനിമ തോറ്റുപോകും എന്നൊന്നുമില്ലല്ലോ, എത്രയോ പുതുമുഖങ്ങൾ അഭിനയിച്ച സിനിമകളൊക്കെ വൻ ഹിറ്റായിട്ടുണ്ട്, അതുപോലെ തന്നെ ആയിരിക്കും ഇതും ഹിറ്റാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട്, അതങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങൾക്ക് നല്ല വിശ്വാസമൊക്കെ ഉണ്ട്, അതെന്തായാലും സിനിമ നല്ല സക്സസ് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇയാളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ സുകുമാര മുത്തശ്ശി എന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേ, ഇതെന്തായാലും ഓണത്തിന് തന്നെ റിലീസ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അല്ല ഇനി അടുത്ത ഇതിനുള്ള കുറച്ച് ഫണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സുകുമാര മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ അപ്പം രണ്ടാമത്തെ കാര്യത്തിന് ഫണ്ട് എന്ന് പറഞ്ഞ് വന്നോളൂ, എല്ലാ കാര്യത്തിനും ഫണ്ട് തന്നെയാണ്, നിനക്ക് വായ തുറന്നാൽ വേറെ ഒന്നും പറയാനൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഈ സുകുമാര മുത്തശ്ശി അങ്ങ് പറയുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു 8-10 സിനിമകൾ ഉണ്ടാക്കേണ്ട ക്യാഷാണ് ഇപ്പോൾ ചിലവാക്കിയിരിക്കുന്നത്, എത്ര ക്യാഷാണ് ഈ ചിലവാക്കുന്നത്, ഇതൊന്നൊരു ലിമിറ്റില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഈ സുകുമാരി മുത്തശ്ശി അങ്ങ് അയാളോട് കയറി സംസാരിക്കണം. അപ്പോൾ അയാളിങ്ങനെ പതുക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതുവരെ ഉപയോഗിച്ച പൈസക്ക് ഏത് വഴിക്കാണ് ചിലവാക്കിയത് എന്നൊക്കെ അറിഞ്ഞാൽ പിന്നെ വേറെ ആരെയും കുറ്റപ്പെടുത്തലുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പതുക്കെ അങ്ങ് പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല എന്താടാ നീ അവിടെ അങ്ങനെ പിറവെറുക്കുന്നത്, പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ പറ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓണത്തിന് തന്നെ റിലീസ് ചെയ്യാം, എന്തായാലും നമ്മുടെ സിനിമ സക്സസ് ആകും, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ ഇയാൾ അങ്ങ് മാറ്റി പറയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അതെന്തായാലും നമുക്ക് ഈ ഓണത്തിന് തന്നെ റിലീസ് ചെയ്യാമെന്ന് തന്നെ തീരുമാനിക്കാം, ബാക്കിയുള്ള എല്ലാവരോടും കൂടിയൊക്കെ അങ്ങനെ പറഞ്ഞോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇയാളങ്ങനെ ഓക്കെ ശരി എന്നാൽ എന്താ പോലെ ആകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷം സുകുമാര മുത്തശ്ശി നേരെ പ്രിയങ്കരോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ ഈ ഓണത്തിനെങ്ങാനും ഇനി നമ്മുടെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തട്ടുമുട്ടൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി ഈ ഓണത്തിൻ്റെ അന്ന് ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ സിനിമ അത്രയും നല്ല അഭിനയം നല്ല രീതിയിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും അത് പുതുമുഖങ്ങളാണ് എന്നൊന്നും വിചാരിക്കേണ്ട, അത് സക്സസ് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം. ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പിന്നെ പുതുമുഖങ്ങളാണോ അല്ലേ എന്നൊന്നും നോക്കുന്ന ഒരു കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് തന്നെ റിലീസ് ചെയ്യാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി വേറൊരു കാര്യം കൂടിയുണ്ട്, ഇനി നമ്മൾ കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കാനൊക്കെ അല്ലേ ഈ സിനിമയുടെ കാര്യത്തിൻ്റെ ആവശ്യത്തിനൊക്കെ അല്ലേ, അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ പൈസ ഒക്കെ തീർത്തങ്ങ് കൊടുത്തിരിക്കണം, എല്ലാവർക്കും പൈസ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെ സിനിമ റിലീസായി കഴിഞ്ഞതിന് ശേഷം ഇവരിങ്ങനെ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കും അവരുടെ ഔദാര്യത്തിലൊക്കെ നമ്മൾ സിനിമ എടുത്തത്,
അവരൊക്കെ പൈസ തന്ന് സഹായിച്ചിട്ടാണ്, അവരുടെ സഹായം കൊണ്ടാണ് നമുക്ക് റിലീസാക്കാൻ ഒക്കെ കഴിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അതൊക്കെ കേട്ടാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പൈസയൊക്കെ കൊടുത്ത് തീർക്കണം, അല്ലെങ്കിൽ അവന്മാരുടെ ആ ഒരു സഹായം തന്നതാണ് എന്നൊന്നും കേട്ട് ജീവിക്കാൻ തന്നെ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അവർക്ക് ആരുടെയും സഹായം വേണ്ട, എല്ലാം അവർ തന്നെ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെ. പിന്നീട് നമ്മുടെ ആ ആശ്രമത്തിൽ നമ്മുടെ ഈ ശ്യാമ ഇങ്ങനെ ആ കൊച്ചിന് ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വായിലേക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വരാന്തയിൽ ഒരുപാട് ആളുകൾ അന്തേവാസികളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവരും ഇങ്ങനെ വാരി കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 2 ചേച്ചിമാർ ഇങ്ങനെ ഇതൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ ഇവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്ത് രസമാണ് ഈ അമ്മയും മോളും ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കാമെന്നൊക്കെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമനോടും ആ കുഞ്ഞിനോടൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ശ്യാമയും ആ കുഞ്ഞും ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചേച്ചിമാരിങ്ങനെ പറയുന്നുണ്ട്, നമുക്കുണ്ടായിരുന്ന മക്കൾ ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും പ്രായമായ സമയത്ത് അവർ നമ്മൾ ഉപേക്ഷിച്ച് പോയി, എന്നാലും ആ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലും ഉണ്ടല്ലോ, എന്ത് രസമല്ലേ ഇങ്ങനെ അമ്മ ഇങ്ങനെ കുഞ്ഞിന് വാരി കൊടുക്കുന്നതൊക്കെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നിങ്ങൾ ഈ കുഞ്ഞിന് വാരി കൊടുക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ ശ്യാമ പറയുന്നുണ്ട്, അത് പിന്നെ ഇത് എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ കുഞ്ഞിന് പിന്നെ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ വാരി കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഈ ശ്യാമ പറയുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല അമ്മ എനിക്ക് വാരി തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കുഞ്ഞുനാളിൽ എനിക്ക് വാരി തന്നിരുന്ന അമ്മയുടെ ആ ഒരു ഓർമ്മകളൊക്കെ എനിക്ക് കുറച്ചൊക്കെ ഉണ്ട്, ഇപ്പോൾ അമ്മ വന്നല്ലോ, ഇപ്പോൾ അമ്മയാണല്ലോ എനിക്ക് വാരി തരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞുനാളിൽ അപ്പം ഞാനല്ലേ വാരി തന്നത്, നിനക്ക് ഞാനാണ് വാരി തന്നത് കുഞ്ഞുനാളിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ കൊച്ചിങ്ങനെ പറയുന്നുണ്ട്, അല്ല അമ്മേ, അത് വേറെ അമ്മയാണ്, എനിക്ക് കുഞ്ഞുനാൾ വാരി തന്നത് വേറെ അമ്മയാണ്, ഇത് വേറെ അമ്മയല്ലേ, പക്ഷേ അമ്മേനെ എനിക്കിഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഏയ് അല്ല, ആ കുഞ്ഞുനാളിൽ ഞാൻ തന്നെയാണ് വാരി തന്നത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എന്നെ വയറ്റിലായിരുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്, ആ കുഞ്ഞിനെ പ്രസവിച്ചതും പിന്നെ എപ്പോഴോ കുഞ്ഞിനെ എനിക്ക് നഷ്ടമായതാണ്, പിന്നെ ഞാൻ ഇപ്പോഴല്ലേ നിന്നെ കാണുന്നത്, അപ്പം നിന്നെ തന്നെയാണ് ഞാൻ കുഞ്ഞുനാളിൽ ഒക്കെ ഭക്ഷണം വാരി തന്നൊക്കെ ഞാൻ തന്നെയാണ്, ഇനി അങ്ങനെ പറയരുത് കേട്ടോ, ഞാനല്ല എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ ഈ കുഞ്ഞിനോട് ഈ ശ്യാമ അങ്ങ് പറയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ശ്യാമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞ് പറയുന്നുണ്ട്, ഇല്ല അമ്മ, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല, എൻ്റെ അമ്മ അല്ല അമ്മ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, നിങ്ങൾ തന്നെയാണ് എൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ ഈ കുഞ്ഞ് വീണ്ടും അങ്ങ് പറയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ആ 2 ചേച്ചിമാരൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ വരുണും രാധികയും കൂടിയിട്ട് നേരെ ഹോസ്പിറ്റലിലെ ബില്ലുകളൊക്കെ അടച്ചിട്ട് ഡോക്ടറിനെ അങ്ങ് കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും കുഴപ്പമൊന്നുമില്ല, അമ്മക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, ബില്ലുകളും എല്ലാം കാര്യങ്ങളൊക്കെ അടച്ചു, ഇനി ഞങ്ങൾക്ക് ഡിസ്ചാർജ് ആയി പോയിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല, പിന്നെ മുത്തശ്ശിക്ക് കുറച്ച് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, മെഡിസിനൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അല്ല, മെഡിസിൻ എന്തെങ്കിലും കഴിക്കാൻ മടിയുള്ള ആളാണോ എന്നൊക്കെ ഇങ്ങനെ രാധികനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അങ്ങനെ കുറച്ചൊക്കെ മടിയുണ്ട്, പക്ഷേ നിർബന്ധിച്ചാൽ കഴിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, സംഭവത്തിൽ നിങ്ങളുടെ മുത്തശ്ശി എന്ന് പറയുന്നത് ഭയങ്കര ധൈര്യശാലിയായിട്ടാണ് എനിക്ക് തോന്നിയത്, അവരോട് സംസാരിച്ചാൽ തന്നെ മനസ്സിലാകും അവർ ഭയങ്കര ധൈര്യശാലിയാണ് എന്നുള്ള കാര്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വേദനകളും സങ്കടങ്ങളും എല്ലാം അവരിങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്, എന്തൊക്കെ ഈ പ്രതീക്ഷിച്ച ഒരു സ്നേഹം കിട്ടാത്ത ആ ഒരു സങ്കടം ആണ് അയാളുടെ ഉള്ളിലുള്ളത്. അവരിതുവരെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നൊരു സ്നേഹം അത് കിട്ടാതെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫാമിലി ഇഷ്യൂകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും അവരിൽ അങ്ങ് എത്തിക്കണ്ട എന്നുള്ള കാര്യം ഇങ്ങനെ ഡോക്ടർ പറയാണ്. കാരണം ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന സമയത്ത് ഒരു മൈനർ അറ്റാക്കൊക്കെ വേണമെങ്കിൽ വരാവുന്നതാണ്. അതുകൊണ്ട് അവരോട് അങ്ങനെ ഓരോ സങ്കടങ്ങളും ഈ ഫാമിലി ഇഷ്യൂവിലൊന്നും വെറുതെ ഇടപെടുത്തണ്ട എന്നുള്ള കാര്യം ഇങ്ങനെ പറയണം. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, അത് പിന്നെ ഇപ്പം അവർ ഞങ്ങളുടെ അടുത്താണ്, അതുകൊണ്ട് അങ്ങനെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ നല്ല സന്തോഷത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവർ നേരെ ആറ്റുവാശ്ശേരിക്ക് അങ്ങ് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ മുത്തശ്ശി അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഈ യശോദാമ്മനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ, ഞാൻ അപ്പത്തെ ആ ഒരു ദേഷ്യത്തിൽ എൻ്റെ മക്കളെ കൊല്ലാൻ നോക്കിയതാണ് എന്നുള്ള ഒരു ദേഷ്യത്തിൽ അവനെ കൊല്ലാൻ വേണ്ടി തന്നെ പോയത്, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു, പിന്നെ എൻ്റെ ഈ ഒരു എടുത്തുചാട്ടം കണ്ട് ഈ വരുന്ന രാധിക ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ ചെയ്ത് അവർക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായില്ലേ, പിന്നെ നിൻ്റെ താലിമാല വിറ്റിട്ടാണ് അവിടെ ബില്ലടച്ച് എന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് അതൊക്കെ ഞാൻ കാരണമല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശി അങ്ങ് സംസാരിക്കുന്ന സമയത്ത് ഈ യശോദാവൻ പറയുന്നുണ്ട്, അമ്മ ഇപ്പം അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട, ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട, എന്തായാലും അതൊക്കെ കഴിഞ്ഞില്ലേ, ഇന്നിപ്പോൾ ഇവിടെ എത്തിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരെ അങ്ങ് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും അവനോട് എനിക്ക് അത്രയും ദേഷ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങ് പ്രതികാരം ചെയ്യാൻ വേണ്ടി പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ യശോദാമ്മ പറയുന്നുണ്ട്, അങ്ങനെ പ്രതികാരം ചെയ്താൻ വേണ്ടിയിട്ട് പോകണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ
ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല വരുൺ എവിടെ, വരുണിനെ എവിടെ അങ്ങനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അത് പിന്നെ വരുൺ അത് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറയാണ്. ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ഈ വരുണിൻ്റെ അടുത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. വരുണിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി ചെല്ലുന്ന സമയത്ത് വരുൺ ഇങ്ങനെ ഇരുട്ടത്ത് അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ വരുൺ ഇവിടെ ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുൺ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാനിവിടെ ഇരുട്ടത്ത് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ രാധിക ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട്, ഇരുട്ടത്ത് ഇങ്ങനെ നിന്നാൽ പിന്നെ മുഖം കാണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ വരുണിനോട് ഇങ്ങനെ രാധിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ല, എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം, ഇപ്പോൾ നമ്മുടെ പ്രശ്നമൊക്കെ കഴിഞ്ഞില്ലേ, നമ്മൾ ബില്ലൊക്കെ അടിച്ച് ഇപ്പം പ്രശ്നമൊക്കെ സോൾവ് ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ വരുൺ ഇങ്ങനെ പറയുന്നുണ്ട്, അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പോയ ഇൻ്റർവ്യൂ ഇല്ലേ, അത് നടക്കില്ലടോ, അത് കിട്ടില്ല എന്നുള്ള കാര്യം അങ്ങ് രാധികനോട് പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതിനാണ് ഇങ്ങനെ ടെൻഷന്, അതൊന്നും സാരമില്ല, ഇനി നമുക്ക് അടുത്തതായിട്ട് ശ്രമിക്കാം, ഇതിങ്ങനെ ഈ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു വേണ്ട, നമുക്ക് ഇനി അടുത്ത എന്തെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക, എന്തായാലും കിട്ടിയിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാണ്. ആ വരുൺ പറയുന്നുണ്ട്, എടോ എനിക്കിതൊക്കെ മടുത്തടോ, ഈ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകലും എല്ലാം, എന്തായാലും ഒരു പ്രതീക്ഷയും ഇല്ല, ഒന്നും കിട്ടുന്നൊന്നുമില്ല, ഞാൻ ഇനി വല്ല കൂലിപ്പണിക്ക് എന്തിനെങ്കിലുമൊക്കെ പോയാലാന്ന് വിചാരിക്കുന്നത്, അതാവുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലല്ലോ, അതാകുമ്പോൾ ഡയറക്റ്റായിട്ട് അങ്ങ് ജോലിക്ക് അങ്ങ് ഇറങ്ങിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, ഇതാണ് എല്ലാവരുടെയും കുഴപ്പം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പം പറയും കൂലിപ്പണിക്ക് അങ്ങ് ഇറങ്ങാനെന്ന്, കൂലിപ്പണി അത്ര മോശമുള്ള കാര്യമൊന്നും അല്ലെങ്കിലും നമുക്ക് അറിയാവുന്ന ജോലി ചെയ്യുന്നതല്ലേ നല്ലത്, അറിയാത്ത ജോലി ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അറിയുന്ന ജോലി ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, എടോ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല, ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, കാരണം സ്വന്തമായിട്ടൊരു കമ്പനി, സ്വന്തമായിട്ടൊരു ചെയർ, ആ ചെയറിൽ ഇരുന്നിട്ട് ഒരുപാട് ഇൻ്റർവ്യൂവിന് ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ലെവലിൽ നിന്ന് ഞാനൊരു ജോലി അന്വേഷിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അതെന്തായാലും എല്ലാം ശരിയാകും, ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമുക്കിനി വേറെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയാനും പറയുന്നുണ്ട്, എനിക്കങ്ങനെ പ്രതീക്ഷകളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക അവനോട് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കൃഷ്ണനിലെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, കൃഷ്ണൻ എല്ലാത്തിനും ഒരു പരിഹാരം കാണും, ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണ് അതൊന്നും നടക്കില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും അവൻ്റെ ഫോൺ അങ്ങ് റിങ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു പെണ്ണാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ പെണ്ണിങ്ങനെ പറയുന്നുണ്ട്, ഹലോ ഇത് വരുണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ വരുണ് പറയുന്നുണ്ട്, അതെ വരുണാണ്, ഇതാരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് വിളിക്കുകയാണ് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. ഞങ്ങൾക്കുള്ള മാനേജർ തിരഞ്ഞെടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഡയറക്റ്റായിട്ട് അങ്ങ് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോൾ ചെയ്തതാണ്, നിങ്ങൾക്കും വിളിക്കാൻ വേണ്ടി പറഞ്ഞു, അപ്പോൾ ഞാൻ അങ്ങ് വിളിച്ചതാണ് എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ ഈ വരുൺ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല അതിന് SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസൊക്കെ എനിക്ക് പരിചയമുണ്ട്, പക്ഷേ അവിടേക്ക് ഞാൻ ഇൻ്റർവ്യൂവിന് അപേക്ഷ കൊടുത്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഈ പെണ്ണിങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടാകും, അല്ലാതെ എന്താ ഇങ്ങനെ സംഭവിച്ചാൽ എനിക്കറിയില്ല, നിങ്ങൾ മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സ്ത്രീ അങ്ങനെ പറയുന്നുണ്ട്, അത് ഈ നാളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളെയൊക്കെ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അപ്പോൾ എന്നോട് നിങ്ങളോടും കൂടി കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, അപ്പോൾ ഓക്കെ ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ രാധിക ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ വരുണ് പറയുന്നുണ്ട്, SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അതെനിക്ക് പരിചയമുള്ളൊരു കമ്പനി തന്നെയാണ്, പക്ഷേ അവിടെ മാനേജിങ് പോസ്റ്റിലേക്ക് നാളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത്, പക്ഷേ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ അപേക്ഷ കൊടുത്തിട്ട് പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവർ അധികം പറയുന്നുണ്ട്, വേണമെങ്കിൽ വരുന്നതിന് മറന്നു പോയതായിരിക്കും, നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്തതല്ലായിരുന്നോ, അതിലേതെങ്കിലും ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് അങ്ങനെ ഒരു കമ്പനിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ കൊടുത്ത ഒരു ഓർമ്മ പോലും എനിക്കില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ വരുണ് മെയിൽ അങ്ങ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊരു മെയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകും SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന്, അപ്പോൾ ആ മെയിലൊക്കെ വന്ന് കിടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ വരുണ് മറന്നു പോയതായിരിക്കും, എന്തായാലും നമുക്ക് നാളത്തെ ഇൻ്റർവ്യൂ എന്തായാലും അറ്റൻഡ് ചെയ്തൊരു ജോലി കിട്ടിയിരിക്കും, ഞാൻ പറഞ്ഞതല്ലേ കൃഷ്ണൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ചു തരുമെന്ന്, അതുകൊണ്ട് ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞ് സംസാരിച്ച് അങ്ങ് അകത്ത് കയറി പോകുന്നുണ്ട്. അപ്പം രാധിക അങ്ങനെ മുന്നിൽ അങ്ങ് കയറി പോകുന്ന സമയത്ത് വരുණ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പാവം അവൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു അവസ്ഥയിൽ അത്രയും കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പ്രിയങ്കയും സുകുമാരി മുത്തശ്ശിയും അവർ രണ്ടുപേരും ഇങ്ങനെ അവരുടെ ആ പ്രൊഡക്ഷൻ കൺട്രോളറും മാനേജറും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അവർ ഇനി ഒരു സിനിമയുടെ ഈ
ട്രെയിലർ അങ്ങ് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇയാൾ പറയുന്നുണ്ട്, അതെ ഇനിയും നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്ത ആളുകളൊക്കെ വിളിച്ച് വരുത്താനുണ്ട് എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഇത്ര ആളുകളൊക്കെ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, എന്തായാലും അവരൊക്കെ സിനിമയിൽ ഇങ്ങനെ സഹായിച്ചതല്ലേ, അതുകൊണ്ട് അവരെയും കൂടി വിളിക്കുക, എല്ലാവരും കൂടി നിങ്ങൾ വിളിച്ചോളൂ എന്നൊക്കെ ഈ പ്രിയങ്കയും കൂടിയിട്ട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി വിളിക്കുക എന്നുള്ള തീരുമാനത്തിലൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രിയങ്ക ഇങ്ങനെ പറയുന്നുണ്ട്, സിനിമയുടെ ട്രെയിലർ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു ട്രെയിലർ വെച്ചിട്ടായിരിക്കും ആളുകളിലേക്ക് ഇമ്പ്രഷൻ എത്തിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശനോട് പ്രിയങ്ക ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, ആ പ്രൊഡക്ഷൻ കൺട്രോളർ ഈ പ്രിയങ്കനോടും ഈ മുത്തശ്ശനോടും കൂടിയിട്ട് അങ്ങ് പറയുന്നുണ്ട്, അതെ ഇപ്പോഴത്തെ ഈ ട്രെയിലർ അല്ലെങ്കിൽ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്, കുറച്ചുകൂടി ന്യൂജൻ സ്റ്റൈലിലാണ് ഇപ്പോൾ ചെയ്യുന്നതൊക്കെ, പഴയ പോലൊന്നും അല്ല. അത് ഇനി സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സിനിമയുടെ ഈ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വലിയ ധാരണയൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ ആ ഒരു ഡിസ്കഷനിലാണ് ഈ സിനിമയുടെ പ്രൊമോഷനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് ട്രെയിലർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിലർ ഉണ്ടാക്കുന്നൊക്കെ ഓരോ തിരക്കിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിച്ച് അതിനെക്കുറിച്ച് ഈ പ്രൊഡക്ഷൻ കൺട്രോളോട് ഇങ്ങനെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അല്ല ഇനി നമുക്ക് വല്ല സെലിബ്രിറ്റീസിനെ ഇറക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. ആദ്യത്തിൽ തന്നെ സുകുമാര മുത്തശ്ശിക്ക് ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ പ്രിയങ്കനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതെന്താ അടിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അത് ഈ വലിയ സിനിമാ നടിമാരെയും നടന്മാരെയൊക്കെ വിളിക്കണോ എന്നാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പം തന്നെ ഇവരിങ്ങനെ വന്നിട്ട് ഈ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട, ഒരു സെലിബ്രിറ്റീസും വേണ്ട, സിനിമയുടെ ഈ ഒരു ആളുകൾ കാണാൻ വരുമ്പോൾ തന്നെ തിരക്കേണ്ടത് എൻ്റെത് ഈ കൊച്ചുമോളെ എന്നെയാണ്. നീ തന്നെ അല്ലേ പറഞ്ഞത് ഞാനിപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് എല്ലാ ആളുകൾക്കും ഇപ്പം എന്നെ നല്ല പരിചയമുണ്ട് എന്നൊക്കെ നീ തന്നെ അല്ലേ പറഞ്ഞത്. പിന്നെ ആളുകളൊക്കെ വരുന്നത് എൻ്റെ പ്രിയങ്കമോളെ കാണാനായിരിക്കണം, അവളെ ആയിരിക്കണം എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത്, അതുകൊണ്ട് വേറെ സെലിബ്രിറ്റീസ് ഒന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. പിന്നെ സെലിബ്രിറ്റീസിനെ വിളിച്ചാൽ എനിക്ക് ആരെ കിട്ടാത്തത്, എനിക്ക് ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്നല്ല, ഞാൻ അവിടുന്ന് തമിഴിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല തമിഴിൽ നിന്നൊക്കെ മാഡത്തിനെ വിളിച്ചാൽ ആരെങ്കിലുമൊക്കെ വരുമോ, പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ എന്നെ ആർക്കാ പരിചയമില്ലാത്തത്, ഞാൻ ഈ രജനീകാന്ത് വരെ വിളിച്ചാൽ എൻ്റെ അടുത്തേക്ക് അങ്ങ് വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല രജനീകാന്തൊക്കെ നിങ്ങൾ വിളിച്ചാൽ വരൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ ഞാൻ അത്രയും ഫേമസ് അല്ലേ, അപ്പോൾ ഞാൻ വിളിച്ചാലൊക്കെ രജനീകാന്ത് വരും, പിന്നെ രജനീകാന്ത് എന്ന് പറഞ്ഞാൽ അത്ര വലിയ അഹങ്കാരമുള്ള ആളൊന്നും ജാടയുള്ള ആളൊന്നും അല്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചാലൊക്കെ അവരൊക്കെ വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഇവരിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളൊന്ന് പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പതുക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ആ ഇനി ഇവിടെ നിന്നാൽ നടക്കില്ല, നന്നായിട്ടൊന്ന് കുളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല നിങ്ങളെന്തെങ്ങനെ പെറുപെറുത്തോണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇവരോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല, സിനിമ നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതാണ്, ഞങ്ങളെന്തായാലും ചെല്ലട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ ഇനി നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഈ വരുന്ന ആ ഒരു ഇൻ്റർവ്യൂവിനേക്ക് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്, ആ ഒരു SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക്. അവരിങ്ങനെ സ്കൂട്ടി എടുത്ത് പോകുന്ന സമയത്ത് ആ റോഡിലൂടെ കുറച്ച് ഒരു ജീപ്പിൽ ഒരുപാട് ഈ ചെക്കന്മാരും കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ അവരിങ്ങനെ റോഡിലൂടെ എന്തൊക്കെയോ കാണിച്ച് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അവിടെ ഓരോ കുസൃതികളൊക്കെ കാണിച്ച് പോകുന്ന സമയത്ത് ഈ വരുൺ ഇങ്ങനെ അവരോട് ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട് ഈ വരുണിനെ അങ്ങ് പരിഹസിക്കുന്നൊക്കെ ഉണ്ട്. അവരങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നൊക്കെ ഉണ്ട്. ആ ഡ്രൈവ് ചെയ്യുന്നത് തന്നെ ഒരു പെണ്ണാണ്. അപ്പോൾ ഇവർ കുറച്ച് അഹങ്കാരം പിടിച്ച കുറേ പിള്ളേരാണ്. അപ്പോൾ ഇവരിങ്ങനെ വണ്ടി എടുത്ത് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു പെൺകുട്ടി ഇങ്ങനെ റോഡിലേക്ക് അങ്ങ് നടക്കുന്ന സമയത്ത് ഇവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് അങ്ങ് വീഴുന്നുണ്ട്, അവരങ്ങ് തട്ടുന്നൊക്കെ ഉണ്ട് ആ ഒരു പെൺകുട്ടീനെ. അപ്പോൾ ആളുകളെല്ലാവരും കൂടിയിട്ട് അവിടെ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വേഗം രക്ഷിക്കാൻ വേണ്ടി ഓടുന്ന സമയത്ത് എന്തായാലും വരുണിൻ്റെ ബൈക്ക് ആ ഒരു മുന്നിലേക്ക് അങ്ങ് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഇനി വരുൺ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോകുകയില്ല എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം, ബൈ ഓൾ.